ദൈവമക്കളെ, മാനുഷികമായ ആലോചനകൾ നമ്മൾ നടത്തുമ്പോൾ ദൈവമക്കളായ നമുക്ക് നന്മയെ വരികയുള്ളൂ. എല്ലാവിധ ഭൗതിക അനുഗ്രഹങ്ങളുമേ വരികയുള്ളൂ. രോഗം വരികയില്ല, വന്ധ്യതയുണ്ടാകുകയില്ല, വിട്ടുമാറാത്ത രോഗങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുകയില്ല, കടഭാരം ഉണ്ടാകുകയില്ല. അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. നാട്ടുകാർ കണ്ട് അസൂയപ്പെടത്തക്ക വിധത്തിൽ നമ്മളെ ഉയർത്തുമെന്ന് നമുക്ക് തോന്നാം. ചിലപ്പോൾ അങ്ങനെയൊക്കെ ദൈവം ചെയ്തെന്നും വരാം. പക്ഷേ അതാണ് ദൈവിക പദ്ധതി എന്ന് നാം ധരിക്കരുത്. ഒരു പക്ഷേ അങ്ങനെ അല്ലാത്ത ഒരു പദ്ധതിയും കർത്താവിനുണ്ടാകാം. ധനവാന്റെയും ലാസറിന്റെയും കഥയിലെ ആ ദരിദ്രന്റെ കാര്യം നോക്കുക. അവൻ അബ്രഹാമിന്റെ മടിയിലേക്കാണ് പോകുന്നത്, നിത്യജീവനിലേക്കാണ്, നിത്യ സന്തോഷത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ അവൻ പോയ വഴി എങ്ങനെ? ജീവിതകാലം മുഴുവൻ വ്രണം നിറഞ്ഞവനായി കിടന്നു. നല്ലൊരു ഭക്ഷണം കഴിക്കാൻ അവന് കഴിഞ്ഞിട്ടില്ല. ആരും അവനെ കണ്ടാൽ അറയ്ക്കത്തക്ക വിധത്തിൽ വെറുതെ വെളിം പ്രദേശത്ത് കിടന്ന് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് പെറുക്കി തിന്ന് ജീവിക്കുന്നു. ഒരു തെണ്ടിയെപ്പോലെ ജീവിക്കുന്നു.